നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സരിത ശേഖർ. ഞാൻ സെൻറ്റ് ജോസഫ് മഞ്ഞുമൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും യുവതലമുറയുടെ ഇടയിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണം നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതെല്ലാവരെയും ഒരു ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. എസ്പെഷ്യലി അത് നല്ല എക്സസൈസും വ്യായാമം എല്ലാം ചെയ്ത് നല്ല ജീവിതശൈലി തുടരുന്ന യങ്സ്റ്റേഴ്സിൽ കാണുമ്പോൾ എല്ലാവരിലും അതൊരു ടെൻഷൻ ഉളവാക്കുന്നു. അപ്പം കുറച്ച് കാര്യങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, പല കാരണങ്ങളാണ് ഒരു സഡൻ ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ് മരണത്തിന് പല കാരണങ്ങളാകാം. നമ്മളാരും ബേസിക്കലി കുഞ്ഞു പ്രായത്തിൽ മുതൽ ECGയോ എക്കോ പരിശോധനകളോ ചെയ്യാറില്ല. എന്നാൽ ജന്മനാലുള്ള കുറച്ച് ജനറ്റിക് പ്രശ്നങ്ങൾ, അതായത് നമ്മൾക്ക് പാരമ്പര്യമായി കിട്ടുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം ECGയിൽ കണ്ടുപിടിക്കാവുന്ന ചില ഇലക്ട്രിക്കൽ അബ്നോർമാലിറ്റീസ് യങ്സ്റ്റേഴ്സിലോ ഏത് പ്രായക്കാരിലോ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണം സംഭവിപ്പിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോങ് QT സിൻഡ്രോം, ബ്രുഗാഡ സിൻഡ്രോം എന്ന് മുതലായ ഈ ടേംസ് എല്ലാം മെഡിക്കൽ ടെർമിനോളജീസ് ആണ്. ഇത് ബേസിക്കലി ഇലക്ട്രിക്കൽ അബ്നോർമാലിറ്റിയാണ് ഹാർട്ടിൻ്റെ. അത് നമ്മൾക്കൊരു ECG പരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ജനറ്റിക്കലി നമുക്ക് പാരമ്പര്യമായി കണ്ടുവരുന്ന ഒരു കാര്യവുമാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഫാമിലിയിൽ അടുത്ത ബന്ധുക്കളുടെ ഇടയിൽ, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൻ്റെ ഇടയിൽ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളുടെ ഇടയിലെല്ലാം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണത്തിൻ്റെ ഒരു ഹിസ്റ്ററി, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരണം സംഭവിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുക. അങ്ങനൊരു ഹിസ്റ്ററി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ECG പരിശോധനയും ഒരു എക്കോ പരിശോധനയും ഒരു ഡോക്ടറിനെ കണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ അബ്നോർമാലിറ്റീസ്, അതുപോലെ ഹാർട്ടിൻ്റെ ഭിത്തി അഥവാ ഹാർട്ടിൻ്റെ മസിലിന് വീതി കൂടിയിരിക്കുന്നൊരവസ്ഥ, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. അതൊക്കെ ഒരു റെയർ കണ്ടീഷനാണ്. എന്നാലും അത് എക്കോ പരിശോധനയിലൂടെയും ECGയിലൂടെയും മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് യങ്സ്റ്റേഴ്സിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാൻ ഒരു കാരണമാകുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ ആധിക്യം, സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ അർബനൈസേഷൻ, അഥവാ നമ്മളെല്ലാവരും ഇപ്പം ഇരുന്നുള്ള ജോലിയാണ് കൂടുതലും ചെയ്യുക. വ്യായാമത്തിനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. നമ്മൾ സിറ്റിയിലും അങ്ങനെയുള്ള ക്രൗഡഡ് സ്ഥലങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പൊതുവേ നമ്മളുടെ ജോലിയുടെ ഇടയിലുള്ള ശരീര വ്യായാമം കുറവാണ്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾക്ക് എക്സസൈസ് ടോളറൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പെട്ടെന്ന് അമിതമായ എക്സസൈസ് ചെയ്താൽ, അതായത് തീരെ വ്യായാമം ചെയ്യാത്ത ഒരാൾ ഇപ്പം ഫോർ എക്സാമ്പിൾ മാരത്തോണോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സ്വിമ്മിങ്ങോ അങ്ങനെ എപ്പോഴും ശീലിച്ചിരിക്കാത്ത ഒരു സ്ട്രെനുവസ് ആയിട്ടുള്ളൊരു എക്സസൈസ് ചെയ്താൽ ഹാർട്ട് അറ്റാക്കിന് അഥവാ ബ്ലോക്ക് പെട്ടെന്ന് പൊട്ടി അറ്റാക്ക് ഉണ്ടാവാനുള്ളൊരു ചെറിയ റിസ്ക് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനും നല്ലത് ഒരു ബേസിക് ചെക്കപ്പ് ചെയ്യുക. നമുക്ക് കൊളസ്ട്രോള്, നമുക്ക് ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, നമ്മുടെ ബ്ലഡ് പ്രഷർ എത്ര ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ശരിയായ ജീവിതശൈലി, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു നല്ല ജീവിതശൈലിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും രഹസ്യം. അത് അല്ലാതെ കുറച്ചു നേരം എക്സസൈസ് ചെയ്തിട്ട് ബാക്കി സമയം നമ്മൾ ഇരിക്കുന്നതിലല്ല. ഒരു ദിവസം മുഴുവൻ നമ്മൾ കഴിവതത്ര ആക്റ്റീവായിട്ടിരിക്കുക. ഇപ്പം നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം, ഇരുന്നുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയോടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിലൂടെയോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കുക. നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. നമ്മൾ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര സമയം നമ്മൾ ഇരുന്ന് നോക്കുന്നു അല്ലെങ്കിൽ എത്ര നേരം നമ്മൾ TV കാണുന്നു നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം ഒരു ദിവസം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം എത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നോ അത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇൻ അഡീഷനാണ് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. വ്യായാമം ചെയ്യുന്ന കാര്യം പറയുമ്പോഴും ഓർക്കേണ്ട കാര്യം, വ്യായാമം നടപ്പ് മാത്രമല്ല അല്ലെങ്കിൽ ഓട്ടം മാത്രമല്ല. കാർഡിയോ വർക്കൗട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന നടത്തം, ഓട്ടം, സൈക്ലിംഗ്, സ്വിമ്മിങ്, നീന്തൽ, അതെല്ലാം കാർഡിയോ വർക്കൗട്ടാണ്. അതിനോടുപരി ഇൻ അഡീഷൻ ആ കാർഡിയോ വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസും യോഗ,
കുറച്ച് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ യോഗയിൽ കൂടുതലും നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസസ് വരും. നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സ്ട്രെച്ചിങ് എക്സസൈസുകളും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കണം. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പുഷപ്പ് എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തം ബോഡി വെയ്റ്റ് വെച്ചിട്ടുള്ള എക്സസൈസുകളാകാം, ചെറിയ വെയ്റ്റ്സ് വെച്ചിട്ടുള്ള എക്സസൈസ് ആകാം. അവിടെയാണ് നമുക്ക് ജിമ്മിലെ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ജിമ്മിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് തന്നെ പോകാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ജിമ്മിലെ ട്രെയിനറിന് നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെന്നുള്ളത് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ചെക്കപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തുള്ള ഗുണം, വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ കറക്റ്റ് ടെക്നിക്കലി ചെയ്തില്ലെങ്കിൽ നമുക്ക് മസിൽ വേദനകളും ഓരോ ജോയിൻറ്റുകൾക്കുള്ള പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പം യങ്സ്റ്റേഴ്സിന് മാത്രമല്ല, ഏത് പ്രായത്തിലെ ആൾക്കാരാണെങ്കിലും അവരവരുടെ ഒരു ജനറൽ ചെക്കപ്പ്, അതായത് നോ യുവർ നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് പറയുക. നമ്മളുടെ ഹൈറ്റിനൊത്ത വെയിറ്റ് ആണോ നമുക്കുള്ളത്, അമിതവണ്ണമുണ്ടോ, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ ഹാർട്ട് അറ്റാക്ക് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് വന്നിട്ടുണ്ടോ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ ഫാമിലിയിലുണ്ടോ, ഇതെല്ലാം നമ്മളും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഒരു ബേസിക് ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു ജനറൽ ചെക്കപ്പ് വഴി നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയുണ്ട്, ഷുഗർ എത്രയുണ്ട്, നമ്മുടെ ബ്ലഡ് പ്രഷർ എത്രയാണ്, നമ്മളുടെ വ്യായാമ രീതികൾ കറക്റ്റ് ആണോ, എവിടെയാണ് നമ്മൾ കറക്ഷൻസ് ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വിസറൽ ഫാറ്റ്, അതായത് നമ്മുടെ വയറിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ഫാറ്റ്. സ്ത്രീകളിൽ എപ്പോഴും അത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും, തൊലിയിൽ തൊട്ട് താഴെയുള്ള ലെയറിൽ ഫാറ്റ് കളക്ട് ചെയ്യും. പുരുഷന്മാരിൽ വിസറൽ ഫാറ്റ്, ഓരോ ഉള്ളിലുള്ള അവയവങ്ങളുടെ ചുറ്റും, അതായത് ഫാറ്റി ലിവർ പോലെ അവയവങ്ങളുടെ ചുറ്റും ഫാറ്റ് കളക്ഷനും കൂടുതലാണ്. അപ്പം അത് നമ്മളുടെ ഭക്ഷണ രീതിയിലും കറക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ആദ്യം നമ്മളുടെ ബേസിക് ആരോഗ്യം എങ്ങനെയാണെന്നുള്ള ചെക്കപ്പ് ചെയ്യുക. പിന്നീട് അതിനകത്ത് എന്തൊക്കെ കറക്ഷൻസ് ചെയ്യണം എന്നുള്ള ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക. സോഷ്യൽ മീഡിയയിലും എല്ലാം കിട്ടുന്ന നമുക്ക് ഇൻഫർമേഷൻ നമ്മുടെ ജനറൽ അറിവിന് നല്ലതാണ്. പക്ഷെ നമ്മൾ അതുകൊണ്ട് മാത്രം ചികിത്സ നമ്മൾ തീരുമാനിക്കാതിരിക്കുക. അവർക്ക് കാണാൻ പറ്റുന്ന ഡോക്ടേഴ്സിനെ കണ്ട് ഉപദേശപ്രകാരം അതിന് വേണ്ട കറക്ഷൻസ് ചെയ്യണം. താങ്ക് യു.